നമുക്ക് കേട്ടറ്റ് 4 ക്ലാസ്സിൻ്റെ മലയാളത്തിലെ ചില വിപരീത പദങ്ങൾ പഠിച്ചാലോ? കുറ്റം ചെയ്ത ആൾക്ക് എന്താ പറയുക? അപരാധി എന്നാ പറയാം. കുറ്റം ചെയ്യാത്ത ആൾക്കോ നിരപരാധി. അഗ്രജൻ എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? അവരജൻ. അണിയം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അമരം. അമരം എന്ന് പറഞ്ഞാൽ മരിക്കാത്തത് എന്നാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് അണിയം. അധികൃതം, അനധികൃതം, അനധികൃതമായിട്ട് അറിയാലോ. അധമം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? ഉത്തമം. അധമം എന്ന് പറഞ്ഞാൽ തിന്മ എന്നാണ്, അല്ലെങ്കിൽ നിന്യത എന്നാണ് അല്ലേ. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഉത്തമം. അബദ്ധം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? സുബദ്ധം. അപഗ്രഥനം എന്നതിൻ്റെ അനാലിസിസ് ചെയ്യുക. ഉദ്ഗ്രഥനം എന്നാണ് അതിൻ്റെ ഓപ്പോസിറ്റ്. അനാഥ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? സനാഥ. അപമാനം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? അഭിമാനം. അനൃതം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? ഋതം. അനുഗ്രഹം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റോ? നിഗ്രഹം. അപകൃഷ്ടം എന്ന് പറയലോ, ഇൻഫീരിയോറിറ്റി, അതാണ് ഉത്കൃഷ്ടം, സുപ്പീരിയോറിറ്റി. അധികം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ന്യൂനം എന്നാണ്. അധികം എന്ന് പറഞ്ഞാൽ അധികം എന്നാണ്, ന്യൂനം എന്ന് പറഞ്ഞാൽ കുറവ് എന്നാണ്. അല്പം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് അനൽപ്പം. അനവധ്യം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് വധ്യം. ആഘാതം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് പ്രത്യാഘാതം. ആശാസ്യം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് അനാശാസ്യം. ആസ്തികൻ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് നാസ്തികൻ എന്നാണ്. ആസ്തികൻ എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ പറയാം. അതുപോലെ അമയം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് നിരാമയം. ആന്തരികം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റോ ബാഹ്യം. അന്തരം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ബാഹ്യം എന്നാണ്. അധാനം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? പ്രധാനം. ആർദ്രം നനഞ്ഞത്, ശുഷ്കം. ആത്മീയം അതിൻ്റെ ഓപ്പോസിറ്റാണ് ഭൗതികം. ആവിർഭാവം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് തിരോഭാവം. ആവിർഭവിക്കാൻ ഉണ്ടാകുക എന്ന്, തിരോഭാവം എന്ന് പറഞ്ഞാൽ കാണാതാകുക എന്നാണ്. ആപന്നൻ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? സമ്പന്നൻ. ആർജവം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? കൗടില്യം. ആധുനികം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റോ? പൗരാണികം. ആദി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റോ? അന്തം. ഇകഴ്ത്തുക എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് പുകഴ്ത്തുക. ഇഹം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? പരം. ഇഹത്തിലും പരത്തിലും എന്നറിയാലോ. അതുപോലെ ഈ ദൃശ്യം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? സദൃശം. സദൃശാകാരണം ഒരേപോലെയാകുക എന്നാണല്ലോ അല്ലേ. ഉൽപ്പതിഷ്ണു എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് യാഥാസ്ഥികൻ. അതുപോലെ ഉൽഗതി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? അധോഗതി. അതുപോലെ ഉണ്മ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ്, ഉണ്മാനം ഉണ്ടാവുക എന്നാണല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇല്ലായ്മ. ഉപകാരം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റോ? അപകാരം എന്നാണ്. ഉന്നതം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് അവനതം. ഉന്മുഖൻ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? വിമുഖൻ. ഉത്കൃഷ്ടം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? അപകൃഷ്ടം. ഉത്കർഷം എന്ന് പറഞ്ഞാലോ? അപകർഷം. ഉചിതം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് അനുചിതം. ഉജ്ജ്വലം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് അലസം. ഉദാത്തം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? അനുദാത്തം. ഊഷ്മളം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ശീതളം. ഊഷ്മളം എന്ന് പറഞ്ഞാൽ ചൂടുള്ളത് എന്നാണ്, ശീതളം എന്ന് പറഞ്ഞാൽ തണുത്തത് എന്നാണ് കേട്ടോ. ഊഷ്മളമായ വരവേൽപ്പ് അറിയാലോ, വാം വെൽക്കം. ഉച്ചം എന്ന് പറഞ്ഞാൽ ഉയർന്നത് എന്നാണ്, നീചം എന്നാണ് അതിൻ്റെ ഓപ്പോസിറ്റ്. ഋതം അനൃതം. ഏകം അനേകം. ഏകാഗ്രം ബഹുഗ്രഹം. ബഹ്വഗ്രഹം. ഏകത്വം നാനാത്വം. ഐഹികം പാരത്രികം. ഔചിത്യം അനൗചിത്യം. ഔദാര്യം അനൗദാര്യം. കൃതജ്ഞത എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് കൃതജ്ഞത എന്നാണ്. കർക്കശം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ലളിതം. കഠിനം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് മൃദുലം. കൃത്യം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് അകൃത്യം. കുചേലൻ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് കുബേരൻ. കിഴക്ക് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റോ? പടിഞ്ഞാറ്. ഗൗരവം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ലാഘവായിട്ട് കാണുക. ഗർഹണീയം സ്പൃഹണീയം. ഖണ്ഡനം മണ്ഡനം. ഗാർഹ്യം അഗർഹ്യം. ഗാഠം അഗാഠമായ നിദ്ര അറിയാലോ, ശിഥിലം. ച്യുതം അച്യുതം. ജാസ്തി കമ്മി. ജ്യേഷ്ഠൻ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് കനിഷ്ഠൻ. നിരക്ഷരൻ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റോ? സാക്ഷരൻ, അക്ഷരം അറിയുന്ന ആൾ. നിന്ദിതം വന്ദിതം. നാസ്തികൻ എന്നുള്ളതിൻ്റെ ആസ്തികൻ. നശ്വരം എന്നുള്ളതിൻ്റെ അനശ്വരം. നാഗം എന്നുള്ളതിൻ്റെ നരകം. നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമാണ്. നിശ്വാസം ഉച്ഛ്വാസം. നിഷ്പന്ദം സ്പന്ദം. നിയതം അനിയതം. നിരർത്ഥകം സാർത്ഥകം. നിരാമയം ആമയം. തവ നിൻ്റെ, മമ എൻ്റെ അല്ലേ. ത്യാജ്യം ഗ്രാഹം, വർജിക്കണീനാണ് പറയാം. തുടക്കം ഒടുക്കം. താളം അവതാളം. താളമില്ലാത്ത അവസ്ഥക്കാണ് അവതാളം എന്ന് പറയാം. ദയാലുവായ ആൾക്കുകളുടെ ഓപ്പോസിറ്റാണ് നിർദ്ദയൻ.
ദീർഘകാലം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് ഹ്രസ്വകാലം. ദുഷ്കരം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് സുഖരം. ദുർവ്യയം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റോ മിതവ്യയം. ദൃഢം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ശിഥിലം. ദുർഗതി എന്നുള്ളതിനാണ് എന്ത് പറയുക, അതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്, നല്ല ഗതി, സദ്ഗതി. ദൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ കാണുന്ന ആൾക്ക് പറയാം. കാണുന്ന ആൾക്ക് ദൃഷ്ടാവ് എന്നാട്ടോ പറയാം, കേൾക്കുന്ന ആൾക്ക് ശ്രോതാവ്. ദുർബലം സുലഭം. ദുഷ്കർമ്മം സൽക്കർമ്മം. ദ്വേഷം രാഗം. ദ്രുതം മന്ദം. നിമ്നം ഉന്നതം. നീരസൻ സരസൻ. ന്യൂനം അന്യൂനം. നന്മ തിന്മ. പ്രത്യക്ഷം പരോക്ഷം. പിൻഗാമി മുൻഗാമി. പ്രാചീനം അർവാചീനം. പ്രാചീനം എന്ന് പറഞ്ഞാൽ പഴയതെന്നാണ്, പുതിയതിനാണ് അർവാചീനം. പ്രായോഗികം അപ്രായോഗികം. പരാജയം വിജയം. പൊയ് മെയ്. പൂർണ്ണം അപൂർണം. പ്രച്ഛന്നം അപ്രകാശം. പ്രസാദം വിഷാദം. പുരോഗമനം പാശ്ചാത്ഗമനം. പാരശ്യം മാർദ്ദവം.